Hello students, in this video we are going to cover the requirement or the need for retaining district cooperative bank or central cooperative bank in the three-tier structure. So you may think what is the need for, what is the need for discussing this particular topic? We know that we are in the brim of the formation of Kerala Bank, which we are going to, which we have planned to do so, and we have got the approval from Reserve Bank of India, and in that we are going to combine all the DCBs and the state cooperative bank and the primary cooperative societies or the primary agricultural credit societies known as PACs will be acting as branches of Kerala Bank. So in this scenario, we are going to discuss what is the need for having DCB in the three-tier structure. The cooperative credit structure in India has a three-tier structure for the disbursement of short and medium-term loans. ഇത് നമ്മൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ആ ഒരു സ്ട്രക്ചർ തന്നെ കാണിച്ചിട്ടുണ്ട്. ഷോർട്ട് ആൻഡ് മീഡിയം ടേമിന് ഒരു 3-tier സ്ട്രക്ചറും ലോങ് ടേം ക്രെഡിറ്റിന് ഒരു 2-tier സ്ട്രക്ചറുമാണ് നമുക്കുള്ളത് കോപ്പറേറ്റീവ് സെക്ടറിൽ. Some cooperators argue that the middle tier, that is the DCBs, അവർ ശരിക്കും ഒരു കണക്റ്റിംഗ് ലിങ്കാണ്. എപെക്സ് ബാങ്കിൻ്റെയും പ്രൈമറി സൊസൈറ്റീസിൻ്റെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്റ്റിംഗ് ലിങ്കിൻ്റെ കാര്യമില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു DCB എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ ഇതിനകത്ത് നിന്നുള്ള ഒരു കോൺട്രവേഴ്സി എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ, ഇങ്ങനെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളതുകൊണ്ട് തന്നെ സെവറൽ കമ്മിറ്റീസ് ഹാവ് എക്സാമിൻഡ് the issue and came to the conclusion that the three-tier structure of cooperative is the most appropriate organizational structure. ഇതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്മിറ്റി റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട്. Still now we are moving on to combining all these things. നമുക്കറിയില്ല അതിൻ്റെ സക്സസ് ഏത് വരെ ആവുമെന്ന് അറിയില്ല. ബട്ട് ദ കോൺസെപ്റ്റ് ഇസ് ബിഗ്. നമ്മൾ സ്റ്റേറ്റ് ബാങ്കിനെ എല്ലാ സ്റ്റേറ്റ് ബാങ്കിനെയും കൂടെ മേർജ് ചെയ്തിട്ട് ഒരു വലിയ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു സാധനം വന്ന പോലെ കേരളത്തിലുള്ള എല്ലാ സഹകരണ ബാങ്കിങ് സ്ഥാപനങ്ങളെയും കൂടെ ഒന്നാക്കിയിട്ട് കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് മേ ബി ഇറ്റ് വാസ് ഗോയിങ് ടു വർക്ക് വണ്ടേഴ്സ്. കാരണം അവരുടെ ഫിനാൻഷ്യൽ ബേസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ ദേ വിൽ ബി ഹാവിങ് മോർ ലെൻഡിങ് കപ്പാസിറ്റി. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിക്കാനും ഒക്കെ സാധിക്കുമായിരിക്കും. Then we'll see which are the expert committees which has discussed upon this particular topic. So we have the All India Rural Credit Survey Committee. The committee also recommended that DCBs are important and it is an unavoidable part in the three-tier structure. Then we have the VL Mehta Committee on Cooperative Credit. Mehta also insisted that corporate DCBs, district cooperative banks, are functioning well or is making the functioning of PACs effective. അപ്പോൾ അതുകൊണ്ട് അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് VL Mehta Committee recommend ചെയ്തു. Then Graphicad Committee also recommended for maintaining DCBs in the credit structure. Then study team of two-tier cooperative credit structure appointed by RBI at the request of Government of Kerala. Government of Kerala റിക്വസ്റ്റ് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. എന്തുകൊണ്ട് കോപ്പറേറ്റീവ്സിന് ഒരു 2-tier സ്ട്രക്ചർ മതിയല്ലോ, എന്താണ് ഒരു 3-tier സ്ട്രക്ചറിനുള്ള ആവശ്യം, ഒരു 2-tier വേണം എന്നുള്ള കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് RBI ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ഈ കമ്മിറ്റി വാസ് ഹെഡഡ് ബൈ CD Ditte എന്ന് പറയുന്ന ആളാണ്. ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI പുട്ട് ഫോർ ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് കണ്ടിന്യൂവൻസ് ഓഫ് 3-tier സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ റെക്കമെൻഡ് ചെയ്തു കേരളത്തിൻ്റെ ആവശ്യപ്രകാരം. അപ്പോൾ അവരും പഠിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് what is the need for maintaining DCBs മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യങ്ങളെന്ന്, what are the things in favor of maintaining DCBs. അങ്ങനെ അയാളുടെ കൺക്ലൂഷൻസ് ആണ്, അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങളാണ് എന്തുകൊണ്ടാണ് DCB വേണം എന്ന് പറയുന്നത്. ഫസ്റ്റ് തിങ് ഇസ് it is difficult to establish the same intimacy and relationship between primary societies and state cooperative bank as between PACs and DCBs. ഇപ്പോൾ നമുക്കറിയാം ഇൻഡിവിജ്വൽസ് പാക്സിലെ മെമ്പേഴ്സാണ്, പാക്സ് DCBയിലെ മെമ്പേഴ്സാണ്, ആൻഡ് ഈ DCBs എല്ലാം കൂടെ കൂടിയിട്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉള്ളത്. അങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസായിട്ട് ഇൻറ്റിമസി പാക്സിനാണുള്ളത്, DCBക്ക് ഉണ്ടാവില്ല, എപെക്സ് ബാങ്കിന് ഉണ്ടാവില്ല. അതേപോലെ പാക്സുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്നത് ഓരോ DC ഒരു ജില്ലയിൽ ഒരു
ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആകുമ്പോൾ ആ ജില്ലയിലുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് പ്രൈമറി സൊസൈറ്റീസുമായിട്ട് ഈ ബാങ്കിന് നല്ലൊരു ലിങ്ക് ഉണ്ടാവും. നല്ലൊരു റിലേഷൻഷിപ്പ്, ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ DCBക്ക് സാധിക്കും. ആ DCBനെ ഇല്ലാതാക്കുമ്പോൾ സ്റ്റേറ്റിൽ മൊത്തമായിട്ടൊരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ദിസ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്നാണ് ഈ RBI റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റി, RBI നോമിനേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയുടെ ഒരു വാദം. പിന്നെ പറയണു, the primary society will have little voice and control in the management of state cooperative bank as they have in case of DCB at present. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ DCBയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? പ്രൈമറി സൊസൈറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ DCBs എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഒരു പങ്ക് വഹിക്കാൻ ഈ പ്രൈമറി സൊസൈറ്റീസിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് മാറി DCB ഇല്ലാതെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബാങ്കാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ഡയറക്റ്റായിട്ട് പ്രൈമറി സൊസൈറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രൈമറി സൊസൈറ്റീസിന് ഒരു വിലയില്ലാതാവുന്ന വെച്ചാൽ അവർക്കൊരു വോയിസും ഇല്ല, ഒരു കൺട്രോളും ഇതിനകത്ത് എംഫസൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് എന്താണോ എപ്പെക്സ് ബാങ്ക് പറയുന്നത് അത് അനുസരിക്കാൻ മാത്രമേ സാധിക്കൂ. The distance between the apex bank and the PACs may lead to lack of coordination in the structure and create indifference of primary societies. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറയുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്, ഒരു സംസ്ഥാനത്തിനുള്ള എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലാണ്. അപ്പോൾ അത് മിക്കവാറും അത് ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ മൊത്തമുള്ള പ്രൈമറി സൊസൈറ്റീസിനെ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റൻസ് ഒരു പ്രധാനപ്പെട്ട, കാസർഗോഡ് ഒരു മൂലയിലുള്ള ഇപ്പോൾ ഹോസ്ദുർഗിലുള്ള ഒരു പ്രൈമറി സൊസൈറ്റീനെ തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ അതിന് കോർഡിനേഷൻ ഭയങ്കര പ്രശ്നമായിട്ട് വരാം. ദെൻ the district is a unit of planning and administration in all sectors, so district level institutions are necessary in cooperative field also. നമ്മൾ ഇപ്പോൾ നമുക്ക് ജില്ലയ്ക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് തലവനുണ്ട്, കളക്ടറാണ്, അല്ലെങ്കിൽ മേയറുണ്ട്, രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ മേയറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പ്ലാനിങ് ആക്ടിവിറ്റീസും അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസും ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഒരു ജില്ല ഒരു യൂണിറ്റായിട്ട് കരുതിയും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ്സിനും സ്റ്റേറ്റ് ആസ് എ ഹോൾ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ദെൻ കൺട്രോൾ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റേഴ്സ് പോസിബിൾ ഓൺലി ത്രൂ DCBs. കൺട്രോൾ ചെയ്യാൻ പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ സഹായത്തോടെ കൂടെ മാത്രമേ സാധിക്കുള്ളൂ. ദെൻ DCB is helpful in the promotion and development of other types of cooperative institutions in the district. ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമല്ല, നമുക്കറിയാം പാക്സിൻ്റെ കൂടെ എല്ലാ പ്രൈമറി സൊസൈറ്റീസും ഇതിനകത്തെ മെമ്പേഴ്സാണ്. നമ്മൾ ഫങ്ഷൻസ് പഠിച്ചപ്പം ഹാൻഡ്ലൂം, കൊയർ, പ്രോസസ്സിങ് അങ്ങനെ കണ്ട സകലവിധ പ്രൈമറി സൊസൈറ്റീസും ഈ DCBസിൻ്റെ സഹായത്തോടെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൈമറി സൊസൈറ്റീസിലേക്കും അത് എത്തുന്നുണ്ട്. പക്ഷേ DCBs ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ദെൻ ഇഫക്റ്റീവ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ഈസ് പോസിബിൾ ഫ്രം. ഈ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് നമ്മളെപ്പോഴും ഒരു വിശ്വാസ്യത ഉണ്ടാവുക എപ്പോഴാണ്? നമ്മളോട് അടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങളോടാണ് നമുക്ക് വിശ്വാസ്യത ഉണ്ടാവുക, നമ്മുടെ നാട്ടിലെ സൊസൈറ്റി. അപ്പോൾ അങ്ങനെ DCBs ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ഈസിയറായിട്ട് സാധിക്കുന്നത്. ദെൻ if DCBs are abolished, the state cooperative bank will need large number of branches. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ DCBs ഇല്ലാതാക്കി, അങ്ങനെ വരുമ്പം സ്റ്റേറ്റ് ബാങ്കിന് എന്ത് വേണ്ടി വരും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ഒരുപാട് ബ്രാഞ്ചസ് വേണ്ടി വരും. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് നിന്നിട്ട് ഇത് മൊത്തമായിട്ട് മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് ദാറ്റ് വിൽ ഇൻക്രീസ് ദ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻഡിച്ചറും ഓപ്പറേഷൻ എക്സ്പെൻഡിച്ചറും ഒക്കെ അത് കൂട്ടും. അപ്പോൾ നമ്മൾ എന്തിനും ഈ DCBനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിരുന്നത്, ആ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞൊരു വാദം എന്താണെന്ന് വെച്ചാൽ എപ്പെക്സ് ബാങ്ക് DCBക്ക് ലോൺ കൊടുക്കുന്നു, DCB അത് പ്രൈമറി സൊസൈറ്റീസിന് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഇടനിലക്കാരൻ വരുമ്പം അവിടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡെപ്പോസിറ്റിന് മുകളിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയായിരുന്നു വാദം. പക്ഷേ DCBസിനെ ഇല്ലാതാക്കുന്ന സമയത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുകയും കൂടുതൽ എംപ്ലോയീസിനെ കൊണ്ടുവരികയൊക്കെ വേണം. അതൊക്കെ
അവരുടെ ചിലവിനെ കൂട്ടും. അങ്ങനെ ചിലവ് കൂടി കഴിയുമ്പോൾ അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനൊന്നുമല്ല സാധിക്കുക. The pay scales of employees of state cooperative banks will be higher than that of DCB. ഇപ്പോൾ ഒരു DCBയിലുള്ള എംപ്ലോയീൻ്റെ ശമ്പളം ആയിരിക്കില്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലുള്ള, കുറച്ചുകൂടെ എപെക്സ് ബോഡിയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ശമ്പളവും കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് നിർത്തുന്ന സമയത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എംപ്ലോയീസിൻ്റെ എണ്ണം കൂടേണ്ടി വരും. അങ്ങനെ കൂട്ടുമ്പം അത് എക്സ്പെൻസസ് കൂട്ടുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിഫറൻസസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. Then if DCBs are abolished, more local advisory committees will be required by SCBs. This also will increase cost. അപ്പോൾ DCBs ഇല്ലെങ്കിൽ, DCBസിൽ നമുക്കറിയാലോ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് വേണ്ടി വരും? SCBക്ക് എന്ത് വേണ്ടി വരും? അവർക്ക് അഡ്വൈസറി കമ്മിറ്റീസ് ലോക്കൽ ലെവലൊക്കെ വേണ്ടി വരും. അത് കൂടുതലായിട്ട് എക്സ്പെൻസസ് കൂട്ടും. Then there will be a delay in sanctioning loans and create various administrative problems if the apex bank undertakes to finance primary societies directly. Primary societiesന്റെ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ DCB അല്ലാതെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മീറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറേ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേയ്സ് ഒക്കെ ഉണ്ടാവും. പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സിംഗ് ഡിലേയ്സ് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് പ്രോബ്ലംസ്. Then implementation of new schemes in cooperative development cannot be effectively carried out by the branches of Apex Bank. Apex ബാങ്കിൻ്റെ ബ്രാഞ്ചസിലൂടെ നമുക്ക് പുതിയ സ്കീംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ DCBs ചെയ്യുന്നത്ര എളുപ്പത്തിൽ പുതിയ സ്കീംസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് പ്രൈമറി കോപ്പറേറ്റീവ്സിലേക്ക് എത്തിക്കാനും സാധിക്കില്ല. Then abolishing of DCB will affect the democratic setup of cooperative movement. ആ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ടല്ലോ, ഇൻഡിവിജ്വൽസ് പാക്സിൽ മെമ്പർ ആവുന്നു, എല്ലാ പാക്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് DCBs ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ഒരു ജനാധിപത്യ രീതിയുണ്ട്. നമ്മളെ നയിക്കുന്ന സ്ഥാപനത്തിൽ നമുക്കൊരു കൺട്രോൾ എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നേരെ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് അതിനകത്ത് ഇല്ലാതാവും. Then avoiding DCB from the three-tier structure will create problems in routing the NABARD finance. NABARD സ്കീമാറ്റിക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ആവശ്യമുള്ള പാക്സിലേക്ക് എത്തിക്കാൻ പറ്റാതായിട്ട് വരും. ഇത്രയാണ് റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ RBI to study the significance of DCBs or to convert the three-tier structure into two-tier structure. അടുത്തത് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഫേസ് ബൈ DCBs തീർക്കാൻ പോവാണ്, പേടിക്കണ്ട. ഇതോടെ നമ്മുടെ ആ ചാപ്റ്ററും കൂടെ തീരും. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പാക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതായത് ബേസ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൻ്റെ ഒരു ഇവല്യൂഷനെ കുറിച്ച് പല തരത്തിലുള്ള സൊസൈറ്റീസ്, സ്മോൾ സൈസ്ഡ്, ലാർജ് സൈസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഫാമർ സർവീസ് സൊസൈറ്റീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇവല്യൂഷൻസ് പഠിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മിഡിൽ ടയർ സ്ട്രക്ചറാണ് പഠിക്കുന്നത്, DCB. എന്തൊക്കെയാണ് DCBക്ക് പ്രോബ്ലംസ് ഉണ്ടാവാം? ഒന്ന് ഡെപ്പോസിറ്റ് മൊബിലൈസേഷനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു DCB ഉണ്ടെങ്കിലേ ഡെപ്പോസിറ്റ് കൂടുതൽ കിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ DCBസിന് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് DCBസിന് എപ്പോഴും അതൊരു പ്രോബ്ലം തന്നെയാണ്, ഇൻ ഓർഡർ ടു റേസ് ഡെപ്പോസിറ്റ് ആൻഡ് മൊബിലൈസ് ഡെപ്പോസിറ്റ്സ്. പിന്നെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഓഫ് അഡ്വാൻസിങ് ലോൺസ് ആണ്. ഈ പ്രൊസീജിയറൽ ഡിലേ ഭയങ്കര കൂടുതലാണ് കോപ്പറേറ്റീവ്സിൽ. അപ്പോൾ ഒരു ലോണ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ലോണ് കൊടുക്കാൻ പ്രൈമറി സൊസൈറ്റീസിന് ലോണ് കൊടുക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം സൊസൈറ്റീസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ലോൺ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. ദർ ഇസ് പ്രൊസീജിയറൽ ഡിലേ ഇൻ അഡ്വാൻസിങ് ലോൺസ്. ദിസ് ഈസ് ഓൾസോ എ പ്രോബ്ലം ഫേസ് ബൈ DCB. ദെൻ ഇസ് ഓവർ ഡ്യൂസ്, പറയണ്ടല്ലോ. നമുക്കറിയാം എല്ലാ പ്രൈമറി സൊസൈറ്റീസും നല്ല ഫേവറബിൾ ഫിനാൻഷ്യൽ കണ്ടീഷൻസിലൊന്നും അല്ല. അപ്പോൾ ചില സൊസൈറ്റീസ് നല്ല ഫിനാൻഷ്യൽ പൊസിഷൻസ് കാണിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഡോർമെൻ്റ് ആയിട്ടുള്ള, ഒരുപാട് നോൺ വയബിൾ ആയിട്ടുള്ള പാക്സ് ഇന്ത്യയിലുണ്ട്.
അപ്പോൾ ഈ പാക്സിനൊക്കെ കൊടുക്കുന്ന ഈ നോൺ വയബിൾ പാക്സിനൊക്കെ കൊടുത്തിട്ടുള്ള ലോണ് മിക്കവാറും എന്താവാനാണ് സാധ്യത? അതൊക്കെ NP ആയിട്ട് മാറാനാണ് സാധ്യത, വിച്ച് വിൽ ഇൻക്രീസ് ദ ഓവർ ഡ്യൂസ്. ഇത് DCB നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. ആൻഡ് ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതും ഒരു ക്രൂഷ്യൽ ആസ്പെക്റ്റാണ്. പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ ഇവർക്ക് അത് പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടൊക്കെ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയാണ് പ്രോബ്ലംസ് ഫേസ് ബൈ DCBs. ഇതുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്നിങ്ങനെ വരാനുള്ള കാരണം ഐ ജസ്റ്റ് വിഷ് ടു സീ യു ഓൾ. അപ്പം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെങ്കിലും കാണട്ടെ വിചാരിച്ചിട്ടാണ്. താങ്ക് യു ഫോർ ലിസണിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.